மக்களை பிரிக்கும் சனாதனம் நிச்சயம் ஒழிக்கப்பட வேண்டும். நன்றி, வணக்கம். சனாதனம் என்பதை எதிர்ப்பதை விட ஒழிப்பதே நாம் செய்ய வேண்டிய முதல் காரியமாகும். சனாதனம் என்பதை எதிர்ப்பதை விட ஒழிப்பதே நாம் செய்ய வேண்டிய முதல் காரியமாகும். 2023 சனாதன தர்மத்தை ஒழிக்க வேண்டும் என்று உதயநிதி பேசியதற்குதான் தற்போது நடந்து முடிந்த சட்டமன்ற தேர்தலில் സനാതനം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിസമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ എല്ലാ ഹിന്ദുക്കളിലും സ്പ്രെഡ് ചെയ്ത് ഹിന്ദുക്കളെ എല്ലാവരെയും പല രാഷ്ട്രീയ കക്ഷിയിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ അതൊരു കാരണമായി. എന്നാൽ അതിന്റെ മറവിൽ ആ ഒരു പേരിൽ തന്നെ ഹിന്ദുക്കളെ മൊത്തം നശിപ്പിക്കാനായിരുന്നു ഒരു കക്ഷിക്കാരുടെ എല്ലാം പ്ലാൻ ഇരുന്നത്. സോ ക്ഷേത്രങ്ങളെ തൊട്ട് കളിച്ച് 175ഓളം ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഹിന്ദുക്കൾക്ക് മനസ്സിലായത് ഇത് നമ്മളെ രക്ഷിക്കാനല്ല, നമ്മളെ തീർത്ത് കെട്ടുകയാണ്, ഇവിടെ നമ്മൾ ഒന്നൊന്നായി ഇവിടെ നശിച്ചു പോവുകയുള്ളൂ എന്ന് മനസ്സിലായാണ് ഇത്തവണ വോട്ട് ചെയ്തപ്പോഴത്തേന് ആലോചിച്ച് ഹിന്ദുക്കൾ വോട്ട് ചെയ്തത്. അതായത് മറ്റു മതക്കാരെ ഹിന്ദുക്കൾ ചിന്തിക്കേണ്ടതുണ്ട്. അവരെന്തുകൊണ്ട് വോട്ട് ബാങ്ക് ആകുന്നു? അവർ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു കക്ഷിക്ക് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ. അവരൊരു ഗ്രൂപ്പ് ഒരു കൂട്ടത്തോടെ ചെയ്യുന്നതുകൊണ്ട് അവർ വോട്ട് ബാങ്കാണ്. അതുകൊണ്ട് ഓരോ കക്ഷിക്കാരും പുതിയൊരു പാർട്ടി ഉണ്ടാക്കിയാലും ഉടനെ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് ഓടുന്ന എന്തുകൊണ്ടാണ് മറ്റു മതക്കാരെ എടുത്ത് പോകുന്നത്? ഹിന്ദുക്കളെ അവർക്ക് വേണ്ട. അവർ നാനാജാതിക്കാരെ 4 വിധമായിട്ട് സ്പ്രെഡ് ചെയ്ത് വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് പലതരത്തിലുള്ള ആൾക്കാരെ അവർക്ക് കിട്ടാനുള്ളത് കിട്ടും. സോ ഇനിയെങ്കിലും ഹിന്ദുക്കൾ റിയലൈസ് ചെയ്യുക, നമ്മുടെ കാര്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ, അതായത് ഇവിടെ ഒരുപാട് സബ് കാസ്റ്റുകളുണ്ട്, കിട്ടേണ്ട ആനുകൂല്യങ്ങളൊന്നും കിട്ടുന്നില്ല. വളരെ അപൂർവമായിട്ട് ചില ജാതിക്കാർക്ക് മാത്രമേ അതെല്ലാം കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ളതിൽ പാവപ്പെട്ടവർ ഒരുപാടുണ്ട്, നടുത്തെരുവിൽ കിടക്കുന്ന ഒരുപാട് മക്കളുണ്ട്. അവർക്കൊക്കെ ജീവിക്കണമെങ്കിൽ തീർച്ചയായിട്ടും പാവപ്പെട്ടവൻ പണക്കാരൻ എന്നുള്ള റിയലൈസേഷൻ ഗവൺമെന്റിന് വന്നിട്ട് അങ്ങനെ ഒരു തീരുമാനം ഇവിടെ ഉണ്ടാകണം. എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പണക്കാരും ഉണ്ട്, പാവപ്പെട്ടവരുണ്ട്. അവരെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നിയമം കൊണ്ടുവന്ന് അതുപോലെ അവരുടെ മക്കളെ സംരക്ഷിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ ഒരു പരിധി വരെ സാധാരണ ജനങ്ങൾ ജീവിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതർവൈസ് ഒരു 30 വർഷം കഴിയുമ്പോൾ മിഡിൽ ക്ലാസ് ആൾക്കാരെല്ലാം ഒന്നുമില്ലാണ്ടായി പോകും എന്നുള്ളതാണ് സത്യം.